ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KBN ബിൽഡേഴ്സ് കടമ്പുഴ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ ബിൽഡിങ്ങുകളും കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും തമ്മിൽ എന്താണ് ഡിഫറൻറ്റ്. നിങ്ങൾക്ക് സാധാരണയായിട്ട് നമ്മളൊക്കെ കണ്ടുവരാറുള്ളത് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കോൺക്രീറ്റിന് പകരം സ്റ്റീൽ സ്ട്രക്ചർ നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ചില ആളുകൾ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കാം പല സമയത്ത്. അപ്പോൾ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഡിഫറൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകൾ കൂടുതലും ചില ആളുകൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, സ്റ്റീൽ അതിൻ്റെ നിർമ്മാണത്തിന് സമയം വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും. അതായത് കോൺക്രീറ്റ് ബിൽഡിങ്ങിനേക്കാൾ വളരെ പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ബിൽഡിംഗ് അതിന് മാറ്റങ്ങൾ വരുത്താനോ അതേപോലെ തന്നെ ആ നിർമ്മിച്ച സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറ്റി സ്ഥാപിക്കാനൊക്കെ വലിയ പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ ആ കോൺക്രീറ്റ് ബിൽഡിംഗ് അതിൻ്റെ വർക്ക് കഴിയാൻ വേണ്ടി ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് സ്റ്റീൽ ബിൽഡിങ്ങിനേക്കാൾ ഒരുപാട് സമയം എടുത്താണ് നമുക്ക് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് അതേപോലെ മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറ്റി സ്ഥാപിക്കാൻ കഴിയാതെയും വരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങൾ. അപ്പോൾ ചില ആളുകളൊക്കെ ഇത് സ്റ്റീൽ തിരഞ്ഞെടുക്കാൻ കാരണം വളരെ പെട്ടെന്ന് ബിൽഡിങ്ങിൻ്റെ വർക്ക് കഴിയണം. അതേപോലെ തന്നെ പിന്നീട് അവരുദ്ദേശിച്ച രീതിയിലല്ല എങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനൊക്കെ അവർക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ചില ആളുകളെങ്കിലും ഈ സ്റ്റീൽ സ്ട്രക്ചർ തിരഞ്ഞെടുക്കാൻ കാരണം. അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ സ്റ്റീലാവുമ്പോൾ തുരുമ്പൊടിക്കാൻ ചാൻസ് കാണുന്നുണ്ട്, കോൺക്രീറ്റ് ആകുമ്പോൾ തുരുമ്പൊടിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം കോൺക്രീറ്റ് വേണ്ട വിധം ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊടുത്ത റീഇൻഫോഴ്സ്മെൻറ്റ് അഥവാ കമ്പി അത് തുരുമ്പൊടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്ത കോൺക്രീറ്റ് ആണെങ്കിൽ ഒരിക്കലും ആ തുരുമ്പൊടിക്കാൻ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രയാസങ്ങൾ, മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല, ഒരുപാട് സമയം കോൺക്രീറ്റ് ബിൽഡിങ്ങിന് വേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് ആളുകൾ ഈ സ്റ്റീൽ സ്ട്രക്ചർ തിരഞ്ഞെടുക്കാൻ കാരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അത് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു.